വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവാരാണ്? വൈക്കം സത്യാഗ്രഹം ഇപ്പോഴൊന്നും അല്ലല്ലേ. തമിഴ് നേതാവ് ശിവാജി ഗണേശല്ലേ? സ്റ്റാലിനാണ്. അണ്ണാടിയാണ്. എംജിആർ. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിനാർ ഗോൾഡാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഭരതന്നൂരാണ്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? കല്ലുമല അല്ലേ? അപ്പോൾ ഞങ്ങളുടെ സമ്മാനം നേടുവാനുള്ള, മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് കല്ലുമലയിലെ ബ്രദേഴ്സായ അല്ലേ? കല്ലുമല ബ്രദേഴ്സായ പേര് മിഥുൻ നവനീത്. മിഥുൻ 2 മിഥുനും 1 നവനീതും. അപ്പോൾ ഞങ്ങളുടെ കൈവശം മിനാർ ഗോൾഡ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. മിനാർ ഗോൾഡ് അറിയാമോ? കല്ലറയിലെ അറിയാം. കേട്ടിട്ടുണ്ടോ? അറിയാം. അവിടുന്ന് സാധനങ്ങളൊക്കെ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? അമ്മ എടുക്കൂ മിനാർ ഗോൾഡിൽ നിന്ന്. അമ്മയുടെ പേരെന്താണ്? റാണി. അപ്പോൾ പരിശുദ്ധമായ സ്വർണം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് മിനാർ ഗോൾഡ്. ഇപ്പോൾ അവരുടെ 11ാം വാർഷികത്തോടനുബന്ധിച്ച് പണിക്കൂലി തീർത്തും സൗജന്യമാണ്. അമ്മയടുത്ത് പറയണം കേട്ടോ. മിനാർ ഗോൾഡിൻ്റെ 11ാം വാർഷികമാണ്, അതുപോലെ തന്നെ പണിക്കൂലിയില്ല. പിന്നെ ഇപ്പോൾ അവിടെ ഒരു കമ്മൽ ഫെസ്റ്റും നടക്കുന്നുണ്ട്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവാരാണ്? ആദ്യം മിഥുൻ 1 പറയട്ടെ. അറിയില്ല. വൈക്കം സത്യാഗ്രഹം അറിയാല്ലേ? നമ്മളെ കേരളത്തിലെ നവോത്ഥാന ഒരു സത്യാഗ്രഹങ്ങളിൽ ചരിത്രത്തിൽ വെച്ച് ഏറ്റവും വലിയൊരു സത്യാഗ്രഹമാണ്. അറിയില്ല. മിഥുൻ 2 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവ് അറിയില്ല. തമിഴ്നാട്ടിൽ നിന്നൊരു നേതാവ് ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ കല്ലുമല പ്രദേശത്തിന് പറയാൻ സാധിച്ചില്ലെങ്കിൽ ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. കല്ലറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനമാണ്. മിനാർ ഗോൾഡ് അറിയാമല്ലേ? കല്ലറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അറിയാം. കല്ലറയിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുല ശേഖരവുമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് മിനാർ ഗോൾഡ്. ഒരു ജനപ്രിയ ജ്വല്ലറിയാണ്. അവിടെ ഇപ്പോൾ അവരുടെ 11ാം വാർഷികത്തോടനുബന്ധിച്ച് ജനുവരി 1 മുതൽ ആരംഭിച്ച് 31 വരെ, ഈ മാസം 31 വരെ അവസാനിക്കുന്ന ഒരു ഓഫറുണ്ട്. തീർത്തും പണിക്കൂലി സൗജന്യമാണ്. അവിടെ നിന്ന് ഏത് ആഭരണങ്ങൾ വാങ്ങിച്ചാലും പണിക്കൂലി സൗജന്യമാണ്. കൂടാതെ കമ്മൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. നമുക്ക് പല ഡിസൈനിലുള്ള, പല വെയ്റ്റിലുള്ള കമ്മലുകൾ നമുക്ക് അവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. ഭയങ്കര കളക്ഷനാണ്. ഒന്ന് പോയി നോക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട ചെറുതും വലുതുമായ കമ്മലുകൾ സെലക്ട് ചെയ്യാം. അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ഈ ചെറിയ ചോദ്യത്തിന് ഒരു വലിയ ഉത്തരം പറഞ്ഞ് സമ്മാനം നേടണം. ചേച്ചിയുടെ പേരെന്താണ്? ദീപ. അപ്പോൾ ചോദ്യം ഇതാണ്: വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവ് ആരായിരുന്നു? അറിയത്തില്ല. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവ് ആരായിരുന്നു? അറിയില്ല. മിനാർ ഗോൾഡ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവ് ആരായിരുന്നു? ശിവാജി ഗണേശല്ലേ? ശിവാജി ഗണേഷ് സിനിമാ നടൻ. ഉറപ്പാണ്? ഉറപ്പായിരിക്കും. ശിവാജി അല്ല. എംജിആർ ആണ്. എംജിആറും അല്ല, ജമിനി ഗണേശനും അല്ല, രജനീകാന്തും അല്ല, വേറൊരാളാണ്. അപ്പോൾ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവ് ആരായിരുന്നു? അറിയില്ല. അപ്പോൾ മിനാർ ഗോൾഡിൽ ഇപ്പോൾ കമ്മൽ ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. വിവിധ ഇനം പത്രത്തിലതൊക്കെ കണ്ടായിരുന്നല്ലേ? അപ്പോൾ നമ്മൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട കമ്മലുകൾ വാങ്ങാനുള്ളൊരു സുവർണാവസരമാണ്. അവരുടെ 11ാം വാർഷികത്തോടനുബന്ധിച്ച് പണിക്കൂലി തീർത്തും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇത് പത്രത്തിലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം. കല്ലറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജനപ്രിയ ജ്വല്ലറിയാണ് മിനാർ ഗോൾഡ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവ് ആരായിരുന്നു? തമിഴ് നേതാവ് എംജിആർ ഒന്നും അല്ല.
അതൊന്നുമല്ല. ഏതായാലും ആളുടെ പേര് നമുക്കറിയില്ല. ഞങ്ങളുടെ കൈവശം കല്ലറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനമാണ്. അവരുടെ 11ാം വാർഷികത്തോടനുബന്ധിച്ച് ഇപ്പോൾ അവിടുന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് തീർത്തും പണിക്കൂലി തീർത്തും സൗജന്യമാണ്. കൂടാതെ ഇപ്പോൾ അവിടെ കമ്മൽ ഫെസ്റ്റ് നടക്കുകയാണ്. അവർ നൽകുന്ന സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്: വൈക്കം സത്യാഗ്രഹം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവ് ആരായിരുന്നു? മിനാർ ഗോൾഡ് നൽകുന്ന കല്ലറയിലെ ജനപ്രിയ ജ്വല്ലറി നൽകുന്ന സമ്മാനമാണ്. ഇപ്പം കമ്മൽ ഫെസ്റ്റ് നടക്കുകയാണ് അവിടെ. നമുക്ക് ഇഷ്ടപ്പെട്ട കമ്മലുകൾ അവിടെ പോയി സെലക്ട് ചെയ്യാം. ചെറുതും വലുതുമായ പ്രൈസിലുള്ളതാണ്. സ്റ്റാലിനാണ്. സ്റ്റാലിൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അല്ല. അണ്ണാടിയങ്ക് അല്ല. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവ്. വൈക്കം സത്യാഗ്രഹം ഇപ്പോഴൊന്നും അല്ലല്ലേ? ഇപ്പോഴൊന്നുമല്ല. അപ്പൊ പണ്ടുള്ളവർ എവിടെ പറയടി തന്നെ. പിന്നെ വൈക്കം സത്യാഗ്രഹം ചെയ്ത് ജയലളിത അല്ല. പിന്നെ മന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ജയകാന്തല്ല. രജനീകാന്തല്ല. എം.ജി.ആർ. നിങ്ങൾ എം.ജി.ആറിനെ തന്നെ? അത് തന്നെ എം.ജി.ആർ. എം.ജി.ആർ അല്ല. അല്ലേ? അല്ല. കമലഹാസനും അല്ല. അപ്പൊ ഇതാരെങ്കിലും ഉത്തരം പറയുകയാണെങ്കിൽ ജമിനി ഗണേശനും അല്ല. കുറച്ചുകൂടെ ബാക്കിലോട്ട് പോട്ടെ. അണ്ണാദുരൈക്കും ബാക്കിലോട്ട് പോട്ട്. ഒരാളൂടെ ഉണ്ട്. ഇപ്പൊ നമുക്ക് സമ്മാനം എടുക്കാം. അണ്ണാദുരൈക്ക് ഗുരുവായിരുന്നു അദ്ദേഹം. അപ്പൊ എന്തായാലും ഉത്തരം ഞാൻ പറയുകയാണെങ്കിൽ സമ്മാനം കിട്ടൂല. പെരിയൂറാണ്. EV രാമസ്വാമി നായ്ക്കർ എന്ന പെരിയൂറാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് തിരുവിതാംകൂർ സർക്കാർ അദ്ദേഹത്തിനെ ജയിലിലടയ്ക്കുകയും ചെയ്തു. അപ്പോൾ മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനം നമ്മളെ ഇന്നിപ്പോൾ ഈ തൊഴിലുറപ്പ് ജോലികളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുമ്പോഴായിരുന്നു. വീട്ടിൽ പോകാറായില്ല. എന്നാലും ഇന്നൊരു മിനാറിൽ ഇനി അങ്ങോട്ട് സമ്മാനങ്ങളേ ഉള്ളൂ. ഈ ജനുവരി 31 വരെ നിങ്ങൾ അവിടെ നിന്ന് പർച്ചേസ്. ഇന്നലെ ഞാൻ പോയി കമ്മൽ വാങ്ങിയതാണ്. കമ്മൽ വാങ്ങിയതാണ്. ഈ കമ്മലാണ് വാങ്ങിയത്. തന്നെ കമ്മൽ ഫെസ്റ്റ് നടക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അവിടെ നിന്ന് സമ്മാനം ഇല്ല. അവിടെ അല്ലാതെ വരുമ്പോൾ നിങ്ങൾക്ക് പണിക്കൂലി കഴിച്ചു തന്നു. പണിക്കൂലി ഇല്ലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ തന്ന്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ ഉള്ളവർക്ക് ഭരതന്നൂരുള്ളവർക്ക് സമ്മാനം കൊടുക്കണമെന്നും പറഞ്ഞിട്ടാണ് ഇന്ന് മുതൽ 31 വരെ കൊടുക്കണമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിട്ടത്. 31 വരെ ഉണ്ട്. അപ്പൊ ഇന്നലെ കമ്മൽ ഇഷ്ടം എല്ലാ കളക്ഷനൊക്കെ ഉണ്ട്. കമ്മൽ മിനാറിന്റെ ഉപഭോക്താവാണ്. അപ്പൊ ഇന്നലെ അവിടെ മെനഞ്ഞാന്ന് ഞാൻ എന്റെ സഹോദരന്മാരെ 2 പേരെ പറഞ്ഞുവിട്ട് 3 പേരെ പറഞ്ഞുവിട്ട് സാധനം എടുപ്പിച്ച് 2 ബ്രേസ്ലെറ്റും ഒരു വളയും എടുപ്പിച്ച് ആ കടയിൽ നിന്ന്. അപ്പോൾ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറയുവാൻ ആർക്കും സാധിച്ചില്ല. ആ തൊഴിലുറപ്പ് തൊഴിലാളികൾ പെരിയാറിൻ്റെ തൊട്ട് താഴെയുള്ള അണ്ണാദുരൈ വരെ എത്തിയായിരുന്നു. അവർക്കാർക്കും തന്നെ ശരിയായിട്ടുള്ള ഉത്തരം പറയാൻ സാധിച്ചില്ല. ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറാമാൻ റെജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി, കേരളം.